Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് NoSQL ഡാറ്റാബേസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് എയിൽ ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് 7 മാർക്സിനോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് NoSQL ഡാറ്റാബേസ്. അപ്പോൾ മൊഡ്യൂൾ 4ൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് NoSQL ഡാറ്റാബേസ് എന്നുള്ളത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് NoSQL? NoSQL എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഓൺലി SQL. അതാണ് നിങ്ങൾ ഫസ്റ്റ് ഓർക്കേണ്ട പോയിന്റ്. നോട്ട് ഓൺലി SQL ഇസ് എ ക്ലാസ് ഓഫ് ഡാറ്റാബേസസ് ദാറ്റ് സപ്പോർട്ട് സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. സെമി സ്ട്രക്ചേർഡ് അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഡാറ്റകളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റാബേസിൻ്റെ ക്ലാസ്. അതിനെ നമുക്ക് NoSQL അല്ലെങ്കിൽ നോട്ട് ഓൺലി SQL എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്ന പേരിൽ നമുക്കതിനെ പറയാൻ പറ്റും. ഓക്കെ, എന്താണ് സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി അൺസ്ട്രക്ചേർഡ്, സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഓഫൺ നമ്പേഴ്സ് ഓർ ലേബിൾ സ്റ്റോർഡ് ഇൻ എ സ്ട്രക്ചേർഡ് ഫ്രെയിം വർക്ക്. ഇപ്പം നമ്മൾ ID കോഡ്സ് ഡാറ്റാബേസ്, ന്യൂമറിക്കൽ ഡാറ്റ, ഗൂഗിൾ ഷീറ്റ്സ് ഇതിനൊക്കെ നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാൻ പറ്റും. സെമി സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ലൂസ്ലി ഓർഗനൈസ്ഡ്, മീറ്റർ ടാഗ്സ് ഒക്കെ വെച്ചിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്ന ലൂസ്ലി ഓർഗനൈസ്ഡ് ഡാറ്റയെ നമുക്ക് സെമി അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇമെയിൽസ് ഇൻ ഇൻബോക്സ്, സെൻഡ് ഡ്രാഫ്റ്റ്, ഇവൻ നമ്മുടെ ഇമേജസ് MP3, MP4 ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെമി അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡിൻ്റെ അകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഈവൻ MongoDB ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. അൺസ്ട്രക്ചേർഡ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾ എന്താണ്? മീഡിയ, പോസ്റ്റ്, ഇമെയിൽ, ഓൺലൈൻ റിവ്യൂസ് ഇതുപോലുള്ള അതെല്ലാം അൺസ്ട്രക്ചേർഡ് ഡാറ്റയ്ക്കകത്ത് പറയാം. ടെക്സ്റ്റ് ഹെവി ഇൻഫർമേഷൻ ദാറ്റ്സ് നോട്ട് ഓർഗനൈസ്ഡ് ഇൻ എ ക്ലിയർലി ഡിഫൈൻഡ് ഫ്രെയിം വർക്ക് ഓർ മോഡൽ. ഒരു ക്ലിയർലി എന്താ പറയുക, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു മോഡൽ ഇല്ലാത്ത ഓർഗനൈസ്ഡ് അല്ലാത്ത ഡാറ്റയെ നമുക്ക് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ സെമി സ്ട്രക്ചേർഡ് എന്താണ്, അൺസ്ട്രക്ചേർഡ് ആണ്. ഇങ്ങനെയുള്ള ഡാറ്റകൾക്ക് വേണ്ടിയുള്ള ഒരു ഡാറ്റാബേസ് ആണ് NoSQL എന്ന് പറയുന്നത്, നോട്ട് ഓൺലി SQL എന്ന് പറയുന്നത്. NoSQL ഡാറ്റാബേസ് ഓഫർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി കാറ്ററിംഗ് ടു മോഡേൺ ഡാറ്റ നീഡ്സ്. അപ്പോൾ നമ്മുടെ മോഡേൺ ഡാറ്റ നീഡ്സ്, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡാറ്റ നീഡ്സിനും ഓർഗനൈസേഷൻസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ് NoSQL ഡാറ്റാബേസ്. ഓക്കെ, so NoSQL database are often used in applications where there is a high volume of data that needs to be processed and analyzed in real time. അതായത് ഈ പറയുന്ന NoSQL database എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? ഓഫൺ യൂസ് ഇൻ ആപ്ലിക്കേഷൻസ് where there is high volume of data. അതായത് അവിടെ ഒരുപാട് വോളിയം ഓഫ് ഡാറ്റ അവിടെ നമുക്ക് അതിനെ പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യണം, അങ്ങനെയുള്ള കേസ് ഡാറ്റ സ്റ്റോർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്താണ് അത് റിയൽ ടൈം ആയിട്ട് ഹൈ വോളിയം ഓഫ് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഉള്ള ആപ്ലിക്കേഷൻസിൽ നമുക്ക് NoSQL ഡാറ്റാബേസ് യൂസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, ഫ്ലെക്സിബിൾ ആണ്, സ്കെയിലബിൾ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാനും ഇൻ റിയൽ ടൈം അപ്പോൾ നമുക്ക് NoSQL നല്ലൊരു ഓപ്ഷനാണ്. സച്ച് ആസ് സോഷ്യൽ മീഡിയ അനലിറ്റിക്സ്, ഇ-കൊമേഴ്സ് ആൻഡ് ഗെയിമിംഗ്. ഇപ്പോൾ ഗെയിമിങ്, ഇ-കൊമേഴ്സ് അതുപോലെ സോഷ്യൽ മീഡിയ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഡാറ്റാസ് അവിടെ വരും. അപ്പോൾ ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്യണം, അനലൈസ് ചെയ്യണം ഇൻ റിയൽ ടൈം. ഈ ഒരു സംഭവത്തിന് നമുക്ക് NoSQL ഡാറ്റാബേസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ അതർ ആപ്ലിക്കേഷൻ സച്ച് ആസ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഡോക്യുമെന്റ് മാനേജ്മെന്റ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസിലെല്ലാം നമുക്ക് NoSQL എന്ന് പറയുന്ന NoSQL ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി NoSQL ഇസ് നോട്ട് എ സ്പെസിഫിക് ഡാറ്റാബേസ് ടെക്നോളജി എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് സെവറൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസസ് ഇൻക്ലൂഡ്. അപ്പോൾ ഈ NoSQLൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് NoSQL ഡാറ്റാബേസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ്, അതിൻ്റെ അകത്ത് വരുന്ന ഡാറ്റാബേസുകൾ ഏതൊക്കെയാണ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. 4 ടൈപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്: ഡോക്യുമെന്റ് സ്റ്റോർ, കീ വാല്യൂ സ്റ്റോർ, വൈഡ് കോളം സ്റ്റോർ ആൻഡ് ഗ്രാഫ് സ്റ്റോർ. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് ആ ഡയഗ്രത്തിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. എന്തായാലും നമുക്ക് ഇത് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ആണ് ഡോക്യുമെന്റ് സ്റ്റോർസ്. എന്താണ് ഡോക്യുമെന്റ് സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ? ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് സ്റ്റോർസ് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. നമ്മൾ പറഞ്ഞു അല്ലേ, NoSQL എന്ന് പറഞ്ഞാൽ സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് ഡാറ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു ഡാറ്റാബേസ് ആണ് NoSQL. അപ്പോൾ ഇവിടെ എന്താണ്, സെമി സ്ട്രക്ചേർഡ് ഡാറ്റകളെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്, ഈ ഡോക്യുമെന്റ് സ്റ്റോർസ് സച്ച് ആസ് XML ഓർ JSON. ഈ JSON, XML അതുപോലുള്ള സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡോക്യുമെന്റ് സ്റ്റോർസ് നമ്മൾ
ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് സ്റ്റോർസ് ജനറലി ഹാവ് ക്വറി എഞ്ചിൻസ് ആൻഡ് ഇൻഡെക്സിംഗ് ഫീച്ചേഴ്സ് ദാറ്റ് അലോ ഫോർ മെനി ഒപ്റ്റിമൈസിംഗ് ക്വറീസ്. എന്താണ് പറയുന്നത്? അതായത് ഈ പറയുന്ന ഡോക്യുമെന്റ് സ്റ്റോർസിന് അവരുടേതായിട്ടുള്ള ക്വറി എഞ്ചിൻസും ഇൻഡെക്സിംഗ് ഫീച്ചേഴ്സും ഉണ്ട്. ഈ ക്വറി എഞ്ചിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ നമ്മൾ ഡാറ്റേനെ ഇപ്പം നമ്മൾ ഒരു യൂസർ ഒരു ഡാറ്റനെ നോക്കുവാണെങ്കിൽ, ഒരു ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഓടിച്ചെന്ന് ആ ഒരു ഡാറ്റനെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിനെ കണ്ടുപിടിച്ച് തിരിച്ച് എത്തിക്കാനും അതുപോലെ ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയാണ് ക്വറി എഞ്ചിൻസ്. ഇതുപോലെ തന്നെ ഇൻഡെക്സിംഗ് ഫീച്ചേഴ്സ് എന്താണ്? അത് നമുക്ക് ഇൻഡെക്സിംഗ് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ആക്ച്വലി അതിൻ്റെ ഒരു നെയിമിംഗ് കൊടുക്കുക, ഒരു യൂണീക്കായിട്ട് ഓരോ നെയിംസ് കൊടുത്ത് അതിനെ ഇൻഡെക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഇൻഡെക്സിംഗ് ഫീച്ചേഴ്സും എല്ലാം ഈ ഡോക്യുമെന്റ് സ്റ്റോറിനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡോക്യുമെന്റ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആ ഒരു ഫയൽ സേവ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടാനും അതിനൊക്കെ വേണ്ടിയാണ് ഡോക്യുമെന്റ് സ്റ്റോർസ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഫോർ മെനി ഒപ്റ്റിമൈസ്ഡ് ക്വറീസ്, നമ്മൾ ഒരു യൂസർ ഒരു ക്വറി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അത് ഫെച്ച് ചെയ്ത് എടുത്ത് തരാൻ അതിന് വേണ്ടിയാണ് നമ്മൾ ഡോക്യുമെന്റ് സ്റ്റോർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കീ വാല്യൂ സ്റ്റോർസ്. എന്താണ് കീ വാല്യൂ സ്റ്റോർസ് എന്ന് നോക്കാം. ദീസ് ഡാറ്റാബേസ് സ്റ്റോർ ഡാറ്റ ആസ് കീ വാല്യൂ പെയർസ്. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയർസ് ആയിട്ടായിരിക്കും ഡാറ്റാബേസ് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ആൻഡ് ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ ഇത് ഈ ഒരു കീ വാല്യൂ സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് റീഡ് റൈറ്റ് ഓപ്പറേഷൻസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തേക്കാണ്. This type of database stores associative arrays where a key is paired with an associative value. അപ്പോൾ കീ വാല്യൂ സ്റ്റോർസിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു കീ വാല്യൂ പെയർസ് ഉണ്ടാവും. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് റീഡ് റൈറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയാണ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. ഇനി എന്താണ് ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് അസോസിയേറ്റീവ് അറേസ് വെയർ കീ ഈസ് പെയർഡ് വിത്ത് ആൻ അസോസിയേറ്റീവ്. അപ്പോൾ അസോസിയേറ്റീവ് അറേസിനെ ആയിരിക്കും അസോസിയേറ്റീവ് അറേസ് ആയിട്ടായിരിക്കും ഇതിനെ സ്റ്റോർ ചെയ്തത്. ഓക്കെ, അവിടെ ഒരു കീ ഉണ്ടാവും, വേറെ കീ ഈസ് പെയർഡ് വിത്ത് ആൻ അസോസിയേറ്റീവ്, അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് ഒരു കീ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഒരു കീ പെയർ ചെയ്തിട്ടുണ്ടാവും. ആ കീ വെച്ചിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഡാറ്റനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ഓരോ ഡാറ്റയ്ക്കും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കീ അവിടെ കൊടുത്തിട്ടുണ്ടാവും, പെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓരോ വാല്യൂ, അപ്പോൾ ആ യൂണീക്ക് ആ ഒരു കീ വെച്ചിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് സ്റ്റോർസ് അസോസിയേറ്റീവ് അറേസ്. അസോസിയേറ്റീവ് അറേസിനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ ഒരു കീ പെയർ ചെയ്തിട്ടുണ്ടാവും, എന്തുമായിട്ട്, ഒരു അസോസിയേറ്റഡ് വാല്യൂ ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ടാവും. ദീസ് ഡാറ്റാബേസസ് ആർ ഈസി ടു ബിൽഡ് ആൻഡ് ഈസി ടു സ്കെയിൽ. ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ സ്കെയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് എത്ര വേണമെങ്കിലും നമുക്കതിനെ ലാർജ് ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്കെയിൽ. അപ്പോൾ ഈസി ടു സ്കെയിൽ ആൻഡ് ഈസി ടു ബിൽഡ്, അതാണ് കീ വാല്യൂ സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത് നോക്കാം വൈഡ് കോളം സ്റ്റോർസ്. എന്താണ് വൈഡ് കോളം സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് സ്റ്റോർസ് സിമിലർ ടു എ കീ വാല്യൂ സ്റ്റോർ. കീ വാല്യൂ സ്റ്റോറിൻ്റെ അതേ കോൺസെപ്റ്റിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ് ഈ പറയുന്ന വൈഡ് കോളം സ്റ്റോർസ് എന്ന് പറഞ്ഞാലും. ബട്ട് ദ ഫോർമാറ്റിംഗ് ഓഫ് ദ വാല്യൂസ് ക്യാൻ വേരി ഫ്രം റോ ടു റോ ഈവൻ ഇൻ ദ സെയിം ടേബിൾ. ഇനി അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്? ഇത് കീ വാല്യൂ സ്റ്റോറിൻ്റെ അതേ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ഡാറ്റാബേസും. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ വാല്യൂസിൻ്റെ ഫോർമാറ്റിംഗ് കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ വാല്യൂസ് ക്യാൻ വേരി ഫ്രം റോ ടു ഒരു റോയിൽ നിന്ന് അടുത്ത റോയിലേക്ക് വേരി ചെയ്യാം. അതുപോലെ തന്നെ ഈവൻ ഇൻ ദ സെയിം ടേബിളിൽ തന്നെ പല റോസിനും പല രീതിയിലായിരിക്കും അതിൻ്റെ കീയുടെ വാല്യൂസ് ഒക്കെ ഫോർമാറ്റ് ചെയ്യുന്നതൊക്കെ വേറൊരു രീതിയിലായിരിക്കും. ദിസ് ഡാറ്റാബേസ് സ്റ്റോർ ഡാറ്റാസ് കോളം ഫാമിലീസ്. ഈ ഒരു ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്ന കോളം ഫാമിലീസ് ആ ഒരു രീതിയിലായിരിക്കും. വിച്ച് ആർ സെറ്റ് ഓഫ് കോളംസ് ദാറ്റ് ആർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി. അതായത് കോളം ഫാമിലീസ് എന്ന രീതിയിലാണ് ഈ ഡാറ്റാബേസ് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. അതെന്താണ്? വിച്ച് ആർ സെറ്റ്സ് ഓഫ് കോളം ഫാമിലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളത്തിന്റെ ഒരു സെറ്റിനെയാണ് കോളം ഫാമിലീസ് എന്ന് പറഞ്ഞത്. ദാറ്റ് ആർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി. അപ്പോൾ കോളംസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സെറ്റ് ഓഫ് കോളംസ്, അതിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടായിരിക്കും. അതായത് ദർ വിൽ ബി എ സിംഗിൾ എൻറ്റിറ്റി, അതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് കോളംസ് ഉണ്ടായിരിക്കും. ഓക്കെ, സെറ്റ് ഓഫ് കോളംസ്, അതിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോളങ്ങളുടെ ഒരു ഫാമിലി അങ്ങനെയായിരിക്കും ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ക്വറി ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. സോ ഇതെന്താണ്? ഈ ഒരു വൈഡ് കോളം സ്റ്റോർസ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ക്വറിങ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റേൻ്റെ ഫാസ്റ്റ് എഫിഷ്യൻറ്റ് ക്വറിങ്ങിന് വേണ്ടി ആണ് ഈ ഒരു വൈഡ് കോളം സ്റ്റോർസ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, വൈഡ് കോളം സ്റ്റോർസ്, നിങ്ങൾ ആ ഒരു പേര് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു കോളത്തിൻ്റെ ഒരു നമ്മുടെ ഈ പറയുന്ന പോലെ ലാസ്റ്റ് നമ്മൾ പഠിച്ച എന്തായിരുന്നു? കീ വാല്യൂവിൻ്റെ അതേ ഇതിലാണ്, പക്ഷേ ഫോർമാറ്റിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. റോ ടു റോ വേരി ചെയ്യാം, ടേബിളിൻ്റെ അകത്ത് തന്നെ പല രീതിയിൽ ഫോർമാറ്റിംഗ് വരുന്നുണ്ട്.
ഇനി എന്താ പറയുന്നത്, കോളം ഫാമിലീസ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് പല സെറ്റ് ഓഫ് കോളംസ്, ഒരു സെറ്റ് ഓഫ് കോളംസ് ഉണ്ടാവും. ആ സെറ്റ് ഓഫ് കോളത്തിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെന്താണ്, ഒരു ഒത്തിരി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് വൈഡ് കോളം സ്റ്റോർസ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആണ് ഗ്രാഫ് സ്റ്റോർസ്. എന്താണ് ഗ്രാഫ് സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ, ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലമെന്റ്സ്. ഗ്രാഫ് നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ, നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, അതായത് ഈ എലമെന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഡാറ്റാബേസിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫ് സ്റ്റോർസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ സോഷ്യൽ മീഡിയ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വേർ ദ കണക്ഷൻ ബിറ്റ്വീൻ ഡാറ്റ ആർ വെരി റിലവൻറ്റ്. അതായത് ഈ ഒരു ഗ്രാഫ് സ്റ്റോർസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയകളിലും അവിടെയൊക്കെയാണ് കോമൺ, അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലൊക്കെ ആയിരിക്കും കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കണക്ഷൻ ബിറ്റ്വീൻ ഡാറ്റ ആർ വെരി റിലവൻറ്റ്. അതായത് ഡാറ്റകൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ്, റിലവൻ്റ് ആണ്. ദിസ് ഡാറ്റാബേസ് സ്റ്റോർസ് ഡാറ്റ ആസ് നോട്ട്സ് ആൻഡ് എഡ്ജസ്. ഓക്കെ, നമ്മൾ ഗ്രാഫ് പെട്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഇവിടെ എന്താണ് പ്രത്യേകം വെച്ചാൽ ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത് നോട്ട്സും എഡ്ജസും ആയിട്ടായിരിക്കും ഡാറ്റാബേസ് ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ആർ ഡിസൈൻ ടു ഹാൻഡിൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാറ്റ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ഡാറ്റകൾ തമ്മിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഗ്രാഫ് സ്റ്റോർസ്, ഈ പറയുന്ന ഒരു ഗ്രാഫ് സ്റ്റോർസ് ഡാറ്റാബേസ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നോട്ട്സും എഡ്ജസും ആയിട്ടായിരിക്കും ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്, ഡിസൈൻ ടു ഹാൻഡിൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാറ്റ. ഇനി എന്താണ്, ഓക്കെ, അപ്പോൾ ഇത്രയും 4 ഇതാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് നമുക്ക് റീക്യാപ്പ് പോവാം. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, NoSQL ഡാറ്റാബേസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. NoSQLൻ്റെ അകത്ത് 4 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്, ഡോക്യുമെന്റ്, കീ വാല്യൂ, വൈഡ് കോളം ആൻഡ് ഗ്രാഫ് സ്റ്റോർ. ഓക്കെ, ഡോക്യുമെന്റിൻ്റെ അകത്ത് എന്തായിരുന്നു, നമ്മൾ ഈ പറയുന്ന പോലെ XML സെമി സ്ട്രക്ചേർഡ് ഡാറ്റനെ ആയിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ അവിടെ എന്താണ് അവർ ക്വറി എഞ്ചിൻസും ഇൻഡെക്സിങ് ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ, കീ വാല്യൂ സ്റ്റോർസ്. കീ വാല്യൂ നമ്മൾ ഒരു കീ ഉണ്ടാവും, അതുപോലെ തന്നെ അത് അസോസിയേറ്റീവ് അറേസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി എന്താണ്, ഒരു കീ പെയർഡ് വിത്ത് അസോസിയേറ്റഡ് വാല്യൂ. എന്താണ്, ഈസി ടു ബിൽഡ് ആൻഡ് ഈസി ടു സ്കെയിൽ. വൈഡ് കോളം സ്റ്റോർസ് എങ്ങനെയായിരുന്നു, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണിത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് കോളംസ് ഉണ്ടായിരിക്കും, കോളം ഫാമിലീസ് ആയിട്ടായിരിക്കും ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ കോളംസ്, ഒരു സെറ്റ് ഓഫ് കോളംസ് ട്രീറ്റഡ് ആസ് സിംഗിൾ എൻറ്റിറ്റി. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി എന്താണ്, ഗ്രാഫ് സ്റ്റോർസിൻ്റെ അകത്ത് നമ്മൾ എന്താ പഠിച്ചത്, ഈ പറയുന്ന നോട്ട്സും എഡ്ജസും ആയിട്ടായിരിക്കും ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാറ്റ, അതാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഡിസൈൻ ടു ഹാൻഡിൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാറ്റ. പിന്നെ എന്താണ്, സോഷ്യൽ മീഡിയ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ഗ്രാഫ് സ്റ്റോർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് NoSQLൻ്റെ അകത്ത് വരുന്ന പോയിന്റ്സ്. ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നോക്കാം. ഇപ്പം ഞാനൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തന്നത്. വേറെ നോട്ട്സ് നിങ്ങൾക്ക് നെറ്റിലൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എനിക്ക് ഇത്ര എന്തായാലും കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു എവരിവൺ.